കേരളത്തിലെ ഏതൊരു സാധാരണക്കാരൻ്റെയും ദൈനംദിന ജീവിതത്തിലെ ഏറ്റവും അവിഭാജ്യമായ ഒരു ഘടകമാണ് ഇന്ന് സ്മാർട്ട് ഫോണുകൾ. രാവിലെ ഉണരുന്നത് മുതൽ രാത്രി ഉറങ്ങാൻ കിടക്കുന്നതുവരെ വിനിമയങ്ങൾക്കും ബാങ്കിംഗ് ആവശ്യങ്ങൾക്കും വിനോദത്തിനുമെല്ലാം മലയാളി ആശ്രയിക്കുന്നത് ഈ കൊച്ചുപകരണത്തെയാണ്. വിദേശത്തുള്ള പ്രിയപ്പെട്ടവരുമായി ബന്ധപ്പെടാനും കുട്ടികളുടെ പഠനാവശ്യങ്ങൾക്കും ഓൺലൈൻ സേവനങ്ങൾക്കുമെല്ലാം സ്മാർട്ട് ഫോൺ ഇല്ലാതെ പറ്റില്ലെന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിലെ മൊബൈൽ വിപണിയിൽ നിന്നും ഉയർന്നു കേൾക്കുന്ന വാർത്തകൾ സാധാരണക്കാരായ ഉപഭോക്താക്കളെയും ചെറുകിട വ്യാപാരികളെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തുന്നതാണ്. സ്മാർട്ട് ഫോൺ വിപണിയിലെ അപ്രതീക്ഷിതമായ വിലക്കയറ്റവും ജനപ്രിയ മോഡലുകളുടെ കടുത്ത ക്ഷാമവും വിപണിയുടെ താളം തെറ്റിച്ചിരിക്കുന്നു. വിപണിയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന സാധാരണക്കാർക്ക് താങ്ങാനാകുന്ന ബജറ്റ് ഫോണുകൾ കിട്ടാനില്ലാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. ലഭ്യമായ മോഡലുകൾക്കാകട്ടെ ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധം വില കുതിച്ചുയരുകയും ചെയ്യുന്നു. ഈ ഒരു പെട്ടെന്നുള്ള മാറ്റം ഉപഭോക്താക്കളുടെ കുടുംബ ബജറ്റുകളെ മാത്രമല്ല, കേരളത്തിലെ വലിയൊരു വിഭാഗം വരുന്ന റീറ്റെയിൽ വ്യാപാരികളുടെ ഉപജീവന മാർഗത്തെയും പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. വർഷങ്ങളായി സ്ഥിരതയോടെ മുന്നോട്ട് പോയിരുന്ന ഒരു വിപണിയിൽ എങ്ങനെയാണ് ഇത്തരമൊരു കടുത്ത പ്രതിസന്ധി ഉണ്ടായതെന്നും ഇതിന് പിന്നിലെ ആഗോള കാരണങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് വിശദമായി ഒന്ന് പരിശോധിക്കാം. കേവലം പ്രാദേശികമായ ഒരു വിപണി പ്രശ്നം എന്നതിനപ്പുറം ആഗോളതലത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാങ്കേതികവും രാഷ്ട്രീയവുമായ വലിയ മാറ്റങ്ങളുടെ പ്രതിഫലനമാണ് കേരളത്തിലെ മൊബൈൽ കടകളിൽ ഇന്ന് ദൃശ്യമാകുന്നത്. മൊബൈൽ ഷോപ്പ് ഉടമകൾ പങ്കുവയ്ക്കുന്ന സാക്ഷ്യപ്പെടുത്തലുകൾ വിപണിയിലെ ഗുരുതരമായ അവസ്ഥയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. മുൻപ് 10,000 രൂപയ്ക്ക് സുലഭമായി ലഭ്യമായിരുന്ന സാധാരണ ഉപയോഗങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ 4GB റാം ശേഷിയുള്ള ബേസ് മോഡൽ ഫോണുകൾക്ക് ഇപ്പോൾ വിപണിയിൽ 15,000 മുതൽ 20,000 രൂപ വരെ നൽകേണ്ട അവസ്ഥയാണുള്ളത്. അതായത് വിപണിയിലെ വിവിധ ജനപ്രിയ മോഡലുകൾക്ക് ഒറ്റയടിക്ക് 50% വില വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് സാധാരണക്കാരായ ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമാണ്. കൃത്യമായ പ്ലാനിങ്ങോടെ ഫോൺ വാങ്ങാനെത്തുന്ന പലരും കടകളിലെ വില വിവരങ്ങൾ കേട്ട് നിരാശയോടെ മടങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാജ്യാന്തര തലത്തിലുണ്ടായ യുദ്ധങ്ങളും വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധികളും ആരംഭിച്ചതിന് ശേഷമാണ് വിപണിയിൽ ഈ ഒരു ബുദ്ധിമുട്ട് പ്രകടമായി തുടങ്ങിയതെന്ന് വ്യാപാരികൾ വ്യക്തമാക്കുന്നു. വിപണിയിലെ ഈ അസ്ഥിരത ഓൺലൈൻ വ്യാപാര മേഖലയിലും വലിയ ആശയക്കുഴപ്പങ്ങൾക്ക് കാരണമാകാറുണ്ട്. ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്നും വലിയ തുക നൽകി ഒരു 5G സ്മാർട്ട് ഫോൺ വാങ്ങിയ ഉപഭോക്താവിന് കയ്യിൽ കിട്ടിയപ്പോൾ അത് 4G ഫോൺ മാത്രമായിരുന്നു എന്ന അനുഭവം വിപണിയിലെ സുതാര്യതയില്ലായ്മയെ കാണിക്കുന്നു. മുൻപ് ഈ തുകയ്ക്ക് മാന്യമായ ഫീച്ചറുകളുള്ള ഒരു മിഡ് ലെവൽ ഫോൺ ലഭ്യമായിരുന്ന സ്ഥാനത്ത് ഇന്ന് വളരെ കുറഞ്ഞ ഫീച്ചറുകളുള്ള ഫോണുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുന്നു എന്നത് ഉപഭോക്താക്കളെ ദേഷ്യം പിടിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. എന്തുകൊണ്ടാണ് വിപണിയിൽ ഇത്തരമൊരു പെട്ടെന്നുള്ള മാറ്റം സംഭവിച്ചത് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകുന്നത് ആഗോള സാങ്കേതിക വിപണിയിലെ ചില വൻ അട്ടിമറികളിലാണ്. ലോകമെമ്പാടുമുണ്ടായ ചിപ്സെറ്റ് ക്ഷാമവും അന്താരാഷ്ട്ര തലത്തിലെ വിതരണ ശൃംഖലയിലുണ്ടായ തടസ്സങ്ങളുമാണ് മൊബൈൽ വിപണിയെ ഇത്ര പെട്ടെന്ന് പിടിച്ചുലച്ചത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട വില്ലൻ നിർമ്മിത ബുദ്ധി അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യയുടെ വൻ വളർച്ചയാണ്. ലോകമെമ്പാടും AI സാങ്കേതികവിദ്യ തരംഗമായതോടെ വൻകിട ചിപ്പ് നിർമ്മാതാക്കൾ തങ്ങളുടെ ശ്രദ്ധയും ഉൽപ്പാദന ശേഷിയും AI ഡേറ്റാ സെന്ററുകളിലേക്ക് ആവശ്യമായ അതിനൂതന ചിപ്പുകൾ നിർമ്മിക്കുന്നതിലേക്ക് തിരിച്ചുവിട്ടു. വലിയ ലാഭം കൊയ്യാൻ സാധിക്കുന്ന ഈ മേഖലയിലേക്ക് ചിപ്പ് കമ്പനികൾ മത്സരിച്ച് ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ തുടങ്ങിയതോടെ ബജറ്റ് സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കൾക്ക് ആവശ്യമായ സാധാരണ ഘടകങ്ങളുടെ ലഭ്യത കുത്തനെ കുറഞ്ഞു. ഒരു സ്മാർട്ട് ഫോണിന്റെ തലച്ചോറ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ചിപ്പ് സെറ്റുകളുടെ ക്ഷാമം സ്വാഭാവികമായും ഫോണുകളുടെ ഉൽപ്പാദന ചെലവ് വർദ്ധിപ്പിച്ചു. കുറഞ്ഞ വിലയ്ക്ക് കൂടുതൽ ഫോണുകൾ വിപണിയിൽ എത്തിച്ചിരുന്ന കമ്പനികൾക്ക് ആവശ്യത്തിന് അസംസ്കൃത വസ്തുക്കൾ ലഭിക്കാതെ വന്നതോടെ അവർ ഉൽപ്പാദനം ചുരുക്കാൻ നിർബന്ധിതരായി. ഇതിന്റെ ഫലമായി വിപണിയിൽ ഡിമാൻഡ് കൂടുകയും സപ്ലൈ കുറയുകയും ചെയ്തു. ഇത് വിലക്കയറ്റത്തിന് നേരിട്ട് കാരണമായി മാറുകയായിരുന്നു. ആഗോളതലത്തിലെ ഈ വലിയ സാങ്കേതിക മാറ്റം എങ്ങനെയാണ് കേരളത്തിലെ ഒരു സാധാരണ ഗ്രാമത്തിലെ മൊബൈൽ കടയെപ്പോലും ബാധിക്കുന്നത് എന്നതിന്റെ വ്യക്തമായ ഉദാഹരണമാണിത്. ആഗോള വിപണിയിലെ ചലനങ്ങളെ നിരീക്ഷിക്കുന്ന പ്രമുഖ റിസർച്ച് സ്ഥാപനമായ കൗണ്ടർ പോയിന്റ് റിസർച്ചിന്റെ കണക്കുകൾ വരും ദിവസങ്ങളിൽ വിപണി കൂടുതൽ കലുഷിതമാകുമെന്ന സൂചനയാണ് നൽകുന്നത്. അവരുടെ റിപ്പോർട്ടുകൾ പ്രകാരം ആഗോള സ്മാർട്ട് ഫോൺ ഷിപ്മെന്റിൽ വലിയ തോതിലുള്ള ഇടിവാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് കേവലം ഒരു സംഖ്യയല്ല, മറിച്ച് വിപണിയിലെ ഉൽപ്പാദന മാന്ദ്യത്തിന്റെ ആഴം വ്യക്തമാക്കുന്ന കണക്കാണ്. പല പ്രമുഖ അനലിസ്റ്റുകളും നൽകുന്ന മുന്നറിയിപ്പ് അനുസരിച്ച് ഏകദേശം 12,500 രൂപയ്ക്ക് താഴെയുള്ള പല ബജറ്റ് ഫോണുകളും വിപണിയിൽ നിന്ന് പൂർണ്ണമായും അപ്രത്യക്ഷമായേക്കാം എന്ന സൂചനയാണ്. സാധാരണക്കാർക്കും ദിവസക്കൂലിക്കാർക്കുമെല്ലാം സ്മാർട്ട് ഫോൺ ലോകത്തേക്ക് പ്രവേശിക്കാനുള്ള ഏക ആശ്രയമായിരുന്നു ഈ പ്രൈസ് സെഗ്മെന്റ്. ഇത് പൂർണ്ണമായും ഇല്ലാതാകുന്നത് ഡിജിറ്റൽ വിഭജനം വർദ്ധിക്കാൻ മാത്രമേ കാരണമാകൂ. കുറഞ്ഞ വിലയിലുള്ള ഫോണുകളുടെ ഉൽപ്പാദനം ലാഭകരമല്ലെന്ന് കമ്പനികൾ തിരിച്ചറിയുന്നതോടെ അവർ കൂടുതൽ വില കൂടിയ പ്രീമിയം ഫോണുകളിലേക്ക് തങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. ഇത് വിപണിയുടെ ജനാധിപത്യ സ്വഭാവത്തെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു കാര്യമാണ്.
വിപണിയിലെ ഈ സങ്കീർണമായ അവസ്ഥയെ തങ്ങൾക്ക് അനുകൂലമായി മാറ്റിയെടുക്കാൻ മൊബൈൽ നിർമ്മാണ കമ്പനികൾ ചില തന്ത്രപരമായ നീക്കങ്ങൾ നടത്തുന്നുണ്ടെന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. വിപണിയിൽ വലിയ രീതിയിൽ ഡിമാൻഡ് ഉണ്ടായിരുന്ന പല ജനപ്രിയ പഴയ മോഡലുകളും കമ്പനികൾ ഇപ്പോൾ പൂർണ്ണമായും നിർത്തലാക്കിയിരിക്കുകയാണ്. എന്നാൽ അതിന് പകരമായി അവർ വിപണിയിലെത്തിക്കുന്നത് തികച്ചും പുതിയ സാങ്കേതികവിദ്യയൊന്നുമല്ല എന്നതാണ് യാഥാർത്ഥ്യം. വ്യാപാരികൾ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ അതേ പഴയ ഫീച്ചറുകളിൽ തന്നെ നിലനിർത്തിക്കൊണ്ട് ഫോണിന്റെ പുറംമോടിയിലോ ക്യാമറ ബമ്പിലോ ചെറിയ വ്യത്യാസങ്ങൾ മാത്രം വരുത്തി പുതിയ വേരിയന്റുകൾ എന്ന പേരിൽ കമ്പനികൾ ഫോണുകൾ വിപണിയിൽ ഇറക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പുതിയ പേരുകളിൽ എത്തുന്ന ഫോണുകൾക്ക് പഴയ മോഡലുകളേക്കാൾ 5000 രൂപ മുതൽ 8000 രൂപ വരെ അധികമാണ് കമ്പനികൾ ഈടാക്കുന്നത്. ഉപഭോക്താക്കൾക്ക് കൂടുതൽ പണം നൽകേണ്ടി വരുന്നത് ഇത്തരം കോർപ്പറേറ്റ് തന്ത്രങ്ങൾ കൊണ്ടുകൂടിയാണ്. സാങ്കേതികമായി യാതൊരുവിധ പുരോഗതിയും ഇല്ലാത്ത ഫോണുകൾക്ക് വലിയ തുക നൽകേണ്ടി വരുന്നത് ഉപഭോക്താക്കളെ കബളിപ്പിക്കുന്നതിന് തുല്യമാണ്. എന്നാൽ വിപണിയിൽ മറ്റ് ബദലുകൾ ഇല്ലാത്തതിനാൽ സാധാരണക്കാർ ഈ കെണിയിൽ വീഴാൻ നിർബന്ധിതരാകുന്നു. ഓൺലൈൻ സൈറ്റുകളോട് മത്സരിച്ച് കഷ്ടിച്ച് മുന്നോട്ട് പോയിരുന്ന കേരളത്തിലെ സാധാരണ റീറ്റെയിൽ ഷോപ്പുകളെയാണ് ഈ പ്രതിസന്ധി ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. കടകളിൽ ഫോണുകൾ തീരുന്ന സാഹചര്യത്തിൽ വിതരണക്കാരെ സമീപിച്ചാൽ പല മോഡലുകളും സ്റ്റോക്കില്ല എന്ന സ്ഥിരം മറുപടിയാണ് ലഭിക്കുന്നതെന്ന് മൊബൈൽ ഷോപ്പ് ഉടമകൾ വ്യക്തമാക്കുന്നു. പുതിയ സ്റ്റോക്ക് എപ്പോൾ വരുമെന്ന കാര്യത്തിൽ വിതരണക്കാർക്കോ കമ്പനികൾക്കോ ഒട്ടും കൃത്യതയില്ല. സാധാരണയായി കേരളത്തിൽ വളരെ വേഗത്തിൽ വിറ്റഴിയുന്ന ബജറ്റ് മോഡലുകൾക്ക് പോലും ആഴ്ചകളോളം കാത്തിരിക്കേണ്ട അവസ്ഥയാണ്. നിലവിൽ വിപണിയിൽ പരിമിതമായ സെഗ്മെന്റുകളിൽ മാത്രമാണ് നേരിയ ചലനമെങ്കിലും ഉള്ളത്. യുവാക്കളെ ലക്ഷ്യമിടുന്ന ഉയർന്ന വിലയുള്ള ഹൈ എൻഡ് ഗെയിമിംഗ് ഫോണുകൾക്കും ഇപ്പോൾ ആവശ്യക്കാർ വളരെ കുറവാണ്. കേരളത്തിലെ പ്രത്യേക സാമൂഹിക പശ്ചാത്തലത്തിൽ പ്രവാസികളായ മക്കളുമായി വീഡിയോ കോൾ ചെയ്യാനും മറ്റുമായി കുറഞ്ഞ വിലയിൽ ഫോൺ വാങ്ങാനെത്തുന്ന പ്രായമായ മാതാപിതാക്കളെയാണ് ഈ വിലക്കയറ്റം ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത്. പരിമിതമായ വരുമാനം മാത്രമുള്ള ഇത്തരം കുടുംബങ്ങൾക്ക് മൊബൈൽ ഫോൺ വാങ്ങുക എന്നത് ഇപ്പോൾ വലിയൊരു സാമ്പത്തിക ബാധ്യതയായി മാറിയിരിക്കുന്നു. വില കുതിച്ചുയർന്നതോടെ പുതിയ ഫോണുകൾ വാങ്ങാൻ ആളുകൾ മടിക്കുന്നതായി വ്യാപാരികൾ ഒരേ സ്വരത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. വില കുറയുന്നതുവരെ പുതിയ ഫോൺ വാങ്ങുന്നത് നീട്ടിവെക്കാനാണ് ഭൂരിഭാഗം പേരും താൽപ്പര്യപ്പെടുന്നത്. ഈ ഒരു സാഹചര്യം കേരളത്തിൽ പുതിയ 2 പ്രവണതകൾക്ക് വഴിമാറിയിട്ടുണ്ട്. ഒന്നാമതായി, കുറഞ്ഞ വിലയിൽ താൽക്കാലിക ആവശ്യങ്ങൾ നിറവേറ്റാൻ സെക്കൻഡ് ഹാൻഡ് ഫോണുകൾക്കായുള്ള അന്വേഷണം വിപണിയിൽ വൻതോതിൽ വർദ്ധിച്ചിരിക്കുന്നു. മുൻപൊക്കെ സെക്കൻഡ് ഹാൻഡ് ഫോണുകളോട് വിമുഖത കാണിച്ചിരുന്നവർ പോലും ഇന്ന് ബജറ്റ് ഒതുക്കാൻ ഇത്തരം ഫോണുകളെ ആശ്രയിക്കുന്നു. രണ്ടാമത്തെ പ്രധാന മാറ്റം, പുതിയൊരു ഫോൺ വാങ്ങുന്നതിന് പകരം കൈവശമുള്ള പഴയ ഫോണുകൾ ചെറിയ തുക മുടക്കി റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാൻ ആളുകൾ കൂടുതൽ താല്പര്യം കാണിക്കുന്നു എന്നതാണ്. ഡിസ്പ്ലേ തകരാറുകളോ അല്ലെങ്കിൽ ബാറ്ററി പ്രശ്നങ്ങളോ ഉള്ള ഫോണുകൾ മുൻപൊക്കെ മാറ്റിവെച്ചിരുന്ന സ്ഥാനത്ത് ഇന്ന് അവ നന്നാക്കിയെടുത്ത് പരമാവധി കാലം ഉപയോഗിക്കാനാണ് മലയാളി ശ്രമിക്കുന്നത്. ഇത് റിപ്പയറിംഗ് മേഖലയ്ക്ക് നേരിയ ഉണർവ് നൽകുന്നുണ്ടെങ്കിലും മൊത്തത്തിലുള്ള മൊബൈൽ വിപണിയുടെ തളർച്ചയെയാണ് കാണിക്കുന്നത്. അതേസമയം രാജ്യത്ത് സ്മാർട്ട് ഫോണുകളുടെയും ലാപ്ടോപ്പുകളുടെയും വില കുതിച്ചുയരുന്നതിനിടെ ഉപഭോക്താക്കളിൽ ഭൂരിഭാഗവും ഫിനാൻസ് ഓപ്ഷനുകളിലേക്ക് തിരിയുന്നതായാണ് പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കയ്യിൽ ആവശ്യത്തിന് പണമില്ലെങ്കിലും അത്യാധുനിക സൗകര്യങ്ങളുള്ള ഫോൺ സ്വന്തമാക്കാനുള്ള മലയാളിയുടെ ആഗ്രഹത്തെ ചൂഷണം ചെയ്യാൻ ധനകാര്യ സ്ഥാപനങ്ങളും മൊബൈൽ കമ്പനികളും കൈകോർക്കുകയാണ്. 1 ലക്ഷം രൂപ വില വരുന്ന പ്രീമിയം സ്മാർട്ട് ഫോൺ വെറും 2999 രൂപയുടെ പ്രതിമാസ അടവിൽ സ്വന്തമാക്കാം എന്ന തരത്തിലുള്ള പരസ്യങ്ങൾ ഇന്ന് വിപണിയിൽ സജീവമാണ്. ആദ്യ നോട്ടത്തിൽ ഇത് വലിയൊരു ആശ്വാസമായി തോന്നുമെങ്കിലും ഇത് സാധാരണക്കാരെ പുതിയൊരു EMI കുടുക്കിലേക്കാണ് നയിക്കുന്നത്. ലളിതമായ പ്രതിമാസ അടവുകൾ എന്ന കെണിയിൽ വീണ് പലരും തങ്ങളുടെ സാമ്പത്തിക ശേഷിക്കപ്പുറമുള്ള ഫോണുകളാണ് വാങ്ങിക്കൂട്ടുന്നത്. ആവശ്യത്തിനുള്ള ബജറ്റ് ഫോണുകൾ വിപണിയിൽ ലഭ്യമല്ലാതാകുകയും ഉള്ളവയ്ക്ക് വലിയ വില നൽകേണ്ടി വരികയും ചെയ്യുമ്പോൾ സാധാരണക്കാർ ഇത്തരം ഫിനാൻസ് ഓപ്ഷനുകളിലേക്ക് എളുപ്പത്തിൽ ആകർഷിക്കപ്പെടുന്നു. എന്നാൽ പ്രോസസ്സിംഗ് ഫീസും ഒളിഞ്ഞിരിക്കുന്ന മറ്റ് ചാർജുകളും ചേരുമ്പോൾ ഈ ഫോണുകൾക്ക് യഥാർത്ഥ വിലയേക്കാൾ വലിയൊരു തുക ഉപഭോക്താവിന് നൽകേണ്ടി വരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇത് പല കുടുംബങ്ങളുടെയും സാമ്പത്തിക ഭദ്രതയെ ദീർഘകാലാടിസ്ഥാനത്തിൽ ദോഷകരമായി ബാധിക്കുന്നുണ്ട്. ആഗോളതലത്തിലെ ചിപ്പ് ലോക്ക് അഴിയാത്ത പക്ഷം സാധാരണക്കാരന്റെ ബജറ്റ് സ്മാർട്ട് ഫോൺ സ്വപ്നങ്ങൾക്ക് ഇനിയും വലിയ വില നൽകേണ്ടി വരുമെന്ന് ഉറപ്പാണ്. അനാവശ്യമായ പരസ്യങ്ങളിലും കോർപ്പറേറ്റ് തന്ത്രങ്ങളിലും വീഴാതെ തങ്ങളുടെ യഥാർത്ഥ ആവശ്യങ്ങൾക്കനുസൃതമായി മാത്രം സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാൻ ഉപഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.